ഡിവോഴ്സ് പ്രധാനമായും 5 സ്റ്റേജുകളിലൂടെയാണ് കടന്നുപോകുന്നത്. അതായത് ഡിനയൽ മുതൽ അക്സെപ്റ്റൻസ് വരെയുള്ള ഒരു നീണ്ട പ്രോസസ്സാണ് ഡിവോഴ്സ്. ഡിവോഴ്സിനു വേണ്ടി തീരുമാനമെടുത്താൽ നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെ ഭാര്യയോട് വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. 10 ദിവസമേ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ, എന്നാൽ കോടതി കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 10 വർഷമാകുന്നു. ഇത്തരത്തിൽ പറയുന്ന ധാരാളം പേരുണ്ട്. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കേൾക്കുക. വിവാഹമോചനത്തിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് മാനസികമായ തയ്യാറെടുപ്പാണ്. വളരെ സമയമെടുത്ത് ആലോചിച്ച് തീരുമാനമെടുക്കുക. ദേഷ്യത്തിലും തിടുക്കത്തിലും തീരുമാനമെടുക്കുന്നത് ഗുണം ചെയ്യില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് പലവട്ടം ആലോചിക്കുക. രക്ഷിതാക്കളോ സഹോദരങ്ങളോ മറ്റ് ബന്ധുക്കളോ ആരെങ്കിലുമാണോ ഈ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കാരണം? അതല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിലാണോ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്? സ്നേഹം പ്രകടിപ്പിക്കാൻ വീഴ്ച വന്നിട്ടുണ്ടോ? പല വിവാഹമോചന കേസുകളും അവസാന നിമിഷം ഒന്നാകാനുള്ള അടിസ്ഥാന കാരണം ഇന്നലകളിലെ അവരുടെ സ്നേഹബന്ധം വളരെ ദൃഢമായിരുന്നു എന്നതുകൊണ്ടാണ്. സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്, ഉള്ളിൽ പൊതിഞ്ഞു സൂക്ഷിക്കാനുള്ളതല്ല. ഇത്തരത്തിലുള്ള പോരായ്മകൾ പരിഹരിക്കാൻ അവസാന നിമിഷവും ശ്രമിക്കാവുന്നതാണ്. വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന പല ഘടകങ്ങളുണ്ടാകാം. ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങൾ, പരസ്പരമുള്ള ഈഗോ, മറ്റുള്ളവരുടെ അനാവശ്യമായ ഇടപെടൽ, ഇങ്ങനെ പല ഘടകങ്ങൾ സ്വാധീനിക്കാം. പരസ്പരമുള്ള ചർച്ചകളും മീഡിയേഷനുമൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ, മറ്റൊരു മാർഗവും ഇല്ല എന്നുറപ്പുവരുത്തിയതിന് ശേഷം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. ഏതൊരു വിവാഹമോചനവും 2 വ്യക്തികളുടെ മാത്രമായ ഒരു വിഷയമല്ല. അതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് കുഞ്ഞുങ്ങളായിരിക്കും. പിന്നീട് അതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ. വേർപിരിക്കാൻ എളുപ്പമാണ്, പിന്നീട് ചേർത്ത് വയ്ക്കാനാണ് വളരെ പ്രയാസം. എത്ര ചേർത്ത് പിടിച്ചാലും ചേരാതെ നിൽക്കുന്ന, വഴുതിമാറുന്ന ചില ബന്ധങ്ങളുണ്ട്. അത്തരം ബന്ധങ്ങൾ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് കുടുംബം എന്നത് യാഥാർത്ഥ്യമാകുന്നത്. ഒരാൾ മാത്രം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളെ താറുമാറാക്കുന്നു. ചെറിയ ചെറിയ വിഷയങ്ങളിലൂടെ പ്രശ്നങ്ങൾ തുടങ്ങുമെങ്കിലും അവസാനം എത്തിച്ചേരുന്നത് പിരിയാം എന്ന വാക്കിലാണ്. പിരിയാം എന്നത് സാധാരണ ഒരു പദമാണെങ്കിലും അതിനുശേഷം ഓരോ വ്യക്തിയിലും സംഭവിക്കുന്നത് വ്യത്യസ്ത തലങ്ങളാണ്. സാധാരണയായി ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇരുവർക്കുമിടയിൽ പരിഹരിക്കപ്പെടുന്നു. അതിന് കഴിയാതെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. എന്നാൽ ആ തലങ്ങളിൽ നിൽക്കാതെ വരുന്ന പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇവിടെയാണ് മാരിറ്റൽ കൗൺസിലർ പോലെയുള്ള എക്സ്പെർട്ടുകളുടെ സഹായം തേടേണ്ടത്. എന്നാൽ മറ്റൊരു കൂട്ടരാകട്ടെ നിയമ നടപടികളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ഒരു വക്കീലിനോട് സംസാരിച്ച് എന്ത് നടപടിയെടുക്കാം എന്നതാണ് അവർ ആലോചിക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ആദ്യം തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുന്നത് അത്ര നല്ല കാര്യമല്ല. സൈക്കോളജി കൂടി പഠിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം എന്നോട് ചില കക്ഷികൾ വിളിച്ചു ചോദിക്കാറുണ്ട്, എൻ്റെ ഭർത്താവിന് ചില രഹസ്യ ഏർപ്പാടുകളുണ്ട്, എങ്ങനെ കണ്ടുപിടിക്കും, എന്ത് ചെയ്യാൻ കഴിയും? ഓരോ വിഷയത്തിനും അതിൻ്റേതായ എക്സ്പെർട്ടുകളോട് അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇരു കക്ഷികളും ചേർന്ന് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുകയാണ് നല്ലത്. നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അതിന് തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് നേടാവുന്നതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ ഊതി വീർപ്പിച്ച് കോടതി വരാന്ത സ്വപ്നം കാണാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തുകയും പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിയമ നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. മാനസിക സമ്മർദ്ദമുള്ളപ്പോൾ തീരുമാനമെടുക്കാതിരിക്കുക. സമയമെടുത്ത് എല്ലാ വശങ്ങളും ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിച്ചേരുക. നിങ്ങൾ എത്തിച്ചേർന്ന തീരുമാനം ഡിവോഴ്സ് ആണെങ്കിൽ മാനസികമായും മറ്റെല്ലാ നിലയിലും തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ മക്കൾ, 2 പേരുടെയും കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ്. യോജിച്ചു പോകുവാനുള്ള മാക്സിമം എഫർട്ട് എടുത്തതിന് ശേഷമാണ് പിരിയാമെന്ന പദത്തിലേക്ക് എത്തിയതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് നിരാശയും ദുഃഖവും പല ചിന്തകളാലും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ നിരാശയും പ്രയാസങ്ങളും കാണുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളോടൊപ്പമുള്ളവർക്ക് നിങ്ങളെടുത്ത തീരുമാനം ശരിയായില്ല എന്ന തോന്നലുണ്ടാക്കാം. അതുകൊണ്ട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ നിന്നായിരിക്കണം തീരുമാനമുണ്ടാകേണ്ടത്. ഡിവോഴ്സ് പ്രധാനമായും 5 സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഡിനയൽ സ്റ്റേജ്, ആങ്കർ സ്റ്റേജ്, ബാർഗെയിനിങ് സ്റ്റേജ്, ഡിപ്രഷൻ സ്റ്റേജ്, ഫൈനലി ആക്സെപ്റ്റൻസ് സ്റ്റേജ്. അതായത് ഡിനയൽ മുതൽ അക്സെപ്റ്റൻസ് വരെയുള്ള ഒരു നീണ്ട പ്രോസസ്സാണ് ഡിവോഴ്സ്.
ഡിവോഴ്സിനു വേണ്ടി തീരുമാനമെടുത്താൽ നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെ ഭാര്യയോട് വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. അക്കരെ പച്ച തേടി പോവുകയല്ല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ഭാവി എങ്ങനെയായിരിക്കണം എന്ന വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കുക. ഇതുവരെ ഒരുമിച്ച് ജീവിച്ചതും ഷെയർ ചെയ്തതുമായതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. മനസ്സമാധാനത്തോടുകൂടി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കുക. നടന്ന വിവാഹം ഒരു പരാജയമായി പോയി എന്ന് ഒരിക്കലും ധരിക്കരുത്. ഒത്തുപോകുന്നില്ല, അത്ര തന്നെ. പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുകയും അവരെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുക. ജീവിത പ്രക്രിയകളെല്ലാം കൃത്യമായി നടന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വിവാഹമോചനത്തിൻ്റെ ആദ്യ നാളുകൾ വളരെ കഠിനമായിരിക്കും. അത്തരത്തിലൊരു ധാരണയുണ്ടായിരിക്കണം. ഡിവോഴ്സിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒറ്റയ്ക്കാകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് സ്വയം ജീവിച്ച് ശീലിക്കുക. സ്വന്തമെന്ന നിലയിലും മക്കൾക്ക് വേണ്ടിയും സമയം കണ്ടെത്തുക. മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ ശ്രമിക്കുക. സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാനും പ്ലാൻ തയ്യാറാക്കുക. ഇതുവരെ ഒരുമിച്ചാണ് എല്ലാം മീറ്റ് ചെയ്തത്. ഇനി എല്ലാം തനിച്ചാണ്. കൂടെയുണ്ടാകും എന്ന് പറയുന്നവരാരും തന്നെ ഭാര്യയോളമോ ഭർത്താവിനോളമോ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടായിരിക്കണമെന്നില്ല. ചിലവാക്കുന്ന പണം രേഖപ്പെടുത്തി വെക്കുന്നവരാണ് മിക്കവരും. ജീവിതകാര്യം പോലെ തന്നെയാണ് കോടതി ചെലവുകളും. ഇത്തരത്തിൽ സാമ്പത്തിക വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. സൈലന്റ് ഡിവോഴ്സ് ആയിരിക്കും ഇരുകൂട്ടർക്കും ഏറ്റവും നല്ലത്. ഘട്ടം ഘട്ടമായി ഇരുകൂട്ടരും ശ്രദ്ധിക്കപ്പെടാത്ത തരത്തിൽ രണ്ടാകുക. ഡിവോഴ്സിൽ സ്ത്രീകളാണ് പ്രയാസപ്പെടുന്നതെന്ന് പൊതുവെ പറയാറുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങളെക്കാൾ ഉപരി സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. പുരുഷന്മാരോട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകാറില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറിച്ചാണ് കാര്യങ്ങൾ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ പകച്ചു നിൽക്കേണ്ടി വരുന്നു. യോജിച്ചു പോകാൻ കഴിയാത്ത ഒന്നിനെ ഒഴിവാക്കി എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ടറിയാം ഇത്തരത്തിലൊരു ഡിവോഴ്സിലേക്ക് നയിച്ചത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന വസ്തുത. നിങ്ങളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ശ്രമിക്കുകയും ചെയ്തു. പിന്നെന്തിനാണ് പകച്ചു നിൽക്കുന്നത്? വിവാഹമോചനത്തെ തുടർന്ന് പലരും ധൃതിയിൽ മറ്റൊരു വിവാഹം കഴിക്കാറുണ്ട്. ഞാൻ അയാളെ അല്ലെങ്കിൽ അവളെ ജീവിച്ച് കാണിക്കും എന്ന വാശിയിലാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഡിവോഴ്സിന് ശേഷം ആ വ്യക്തി നിങ്ങളുടെ ആരുമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. കാഴ്ചപ്പാടോ ആലോചനയോ ഇല്ലാതെ വാശി തീർക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ പ്രവൃത്തി ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും വരുത്തിവെക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ഇനി മത്സരിക്കേണ്ടത്. നല്ലൊരു നാളേക്ക് വേണ്ടി സ്വസ്ഥവും സ്വതന്ത്രവുമായി ചിന്തിക്കുക. വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നവർ നടപടിക്രമങ്ങളും അതിൻ്റെ അടിസ്ഥാന നിയമങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. വ്യക്തി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങളിലും വ്യത്യാസമുണ്ട്. കേട്ടുകേൾവിയുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവാഹമോചനത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തരുത്. ഉപദേശമോ അഭിപ്രായമോ പറയുന്ന വ്യക്തിക്ക് നിയമപരമായ അറിവുണ്ടാകണമെന്നില്ല. ഇനി വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെങ്കിൽ തന്നെയും അവരുടേതൊരു പർട്ടിക്കുലർ മാറ്ററാണ്, നിങ്ങളുടേത് മറ്റൊരു മാറ്ററാണ്. ഫാമിലി കേസുകൾ കൈകാര്യം ചെയ്യുന്ന പരിചയസമ്പന്നനായ, നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നുറപ്പുള്ള ഒരു വക്കീലിൻ്റെ സഹായം തേടുകയാണ് ആദ്യമായി വേണ്ടത്. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വക്കീലിനോട് തുറന്ന് സംസാരിക്കുക. തുടർന്നുള്ള നടപടികൾ പോലീസ് സ്റ്റേഷനിലാണോ കോടതിയിലാണോ പരാതി കൊടുക്കേണ്ടത്? വക്കീലിൻ്റെ അഭിപ്രായം കൂടി ഉൾക്കൊണ്ട് തീരുമാനമെടുക്കുക. വക്കീലിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കേൾക്കുക. മറ്റൊന്ന്, വിവാഹമോചനത്തിന് വേണ്ടിവരുന്ന സമയത്തെക്കുറിച്ചും സാമ്പത്തിക ചിലവുകളെക്കുറിച്ചും ഒരു ധാരണയുണ്ടായിരിക്കണം. അത് വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വക്കീലിനോട് ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.